ഹലോ ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നമ്മുടെ ബേസിക് മാത്സിന്റെ രണ്ടാമത്തെ പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ബോട്ട് മാസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡീഷൻ ആണ്. ഓക്കെ, നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡീഷൻ, നെഗറ്റീവ് നമ്പേഴ്സ് വെച്ച് നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, അതുപോലെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ എല്ലാം ചെയ്യാം. അതിൽ അഡീഷൻ എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ബാക്കി വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും. അത് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കും ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബേസിക് മാത്സിന്റെ പാർട്ട് 1 ബോട്ട് മാസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ ചാനലിലുണ്ട്, ജസ്റ്റ് ഒന്ന് പോയി കാണുക. നമ്മളിന്ന് പാർട്ട് 2 ആണ് വന്നിരിക്കുന്നത്. ടോപ്പിക്ക് നമ്മുടെ നെഗറ്റീവ് നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് എന്താണ് നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അഡീഷൻ ചെയ്യുമ്പം കുറച്ച് എളുപ്പമാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കാം എന്താണ് ഈ നെഗറ്റീവ് നമ്പേഴ്സ്. Negative numbers are numbers less than 0 represented with a minus sign and follow specific rules for arithmetic operation. അതായത് പൂജ്യത്തിന് താഴെയുള്ള നമ്പേഴ്സിനെയാണ് നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് പൂജ്യത്തിന് മേളിലോട്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞ നമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പൂജ്യത്തിന് താഴെ -1, -2, -3 എന്ന് പറഞ്ഞ നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിനെയാണ് നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഉദാഹരണം വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു നമ്പർ ലൈൻ ഉണ്ട്. അതായത് പൂജ്യത്തിന്റെ വലത്തോട്ട് പോകുമ്പോൾ 1, 2 എന്ന് പറഞ്ഞ സംഖ്യ, പൂജ്യത്തിന് ഇടത്തോട്ട് പോകുമ്പോൾ -1, -2 എന്ന് പറഞ്ഞ നമ്പേഴ്സും ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്ന വരയാണ് നമ്മൾ നമ്പർ ലൈൻ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതുകൊണ്ട് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതില് നമ്മുടെ പൂജ്യത്തിന് വലത്തെ സൈഡിലോട്ട് 1, 2 എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൂജ്യത്തിന് ഇടത്തെ അറ്റത്തോട്ട് പൂജ്യത്തിന് ഇടത്തോട്ട് പോകുന്ന നമ്പേഴ്സ് -1, -2, -3 അങ്ങനെ മൈനസ് വെച്ച് പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. -1, -2 എന്ന് പോകുന്ന ഈ നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം എന്താണ് നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് ചെറിയൊരു ധാരണ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ ഒരു നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ എങ്ങനെ ആഡ് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇത്ര നേരം ഞാൻ പറഞ്ഞത് നെഗറ്റീവ് നമ്പേഴ്സിന്റെ ആ ഒരു ബേസിക് കാര്യമായിരുന്നു. ഇനി കുറച്ചുകൂടി ഒരു ഹയർ ലെവൽ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ചെറിയൊരു റൂൾസ് ഒക്കെ ഉണ്ട്, ജസ്റ്റ് നോക്കുക. ഓക്കെ, അപ്പോൾ റൂൾ എന്താണെന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് നമ്പർ, പ്ലസ് എന്ന് ഉദ്ദേശിക്കുന്ന പോസിറ്റീവ് നമ്പർ ആണ്, മൈനസ് എന്ന് ഉദ്ദേശിക്കുന്ന നെഗറ്റീവ് നമ്പർ ആണ്. ഒരു പോസിറ്റീവ് നമ്പറും വേറൊരു പോസിറ്റീവ് നമ്പറും കൂടെ ആഡ് ചെയ്താൽ ആൻസർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഒരു നെഗറ്റീവ് നമ്പറും വേറൊരു നെഗറ്റീവ് നമ്പറും തമ്മിൽ ആഡ് ചെയ്താൽ ആൻസർ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും ആഡ് ചെയ്താൽ ഒന്നെങ്കിൽ ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ പോസിറ്റീവോ ആയിരിക്കും ആൻസർ. എന്താണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. വീഡിയോ മുഴുവൻ കാണുക, ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫസ്റ്റത്തെ റൂൾ എന്തായാലും നിങ്ങൾക്ക് അറിയാം. പോസിറ്റീവും തമ്മിൽ ആഡ് ചെയ്യുന്നത്, മൈനസ് ചെയ്യുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് അറിയാം. സോ അതിന് ഞാൻ വലിയ ഊന്നൽ കൊടുക്കുന്നില്ല. ഓക്കെ, ബാക്കി രണ്ട് സാധനത്തിനാണ് ഞാൻ ഊന്നൽ കൊടുക്കുന്നത്. ആദ്യത്തെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, പോസിറ്റീവ് കൂട്ടാൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, 5+3 നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അത് 8ആണ്. അതുപോലെ 14+14 28ആണ്. 120+138 അത് നിങ്ങൾക്ക് കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടും 258. നിങ്ങൾക്ക് പോസിറ്റീവും കൂട്ടാം എന്ന ഒരു വിശ്വാസം കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ഓക്കെ, നമുക്കിനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. മൈനസും തമ്മിൽ ആഡ് ചെയ്യുന്ന ടോപ്പിക്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞ റൂൾ അനുസരിച്ച് മൈനസും തമ്മിലാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ആൻസർ മൈനസ് ആയിരിക്കും. സോ -8 + -5 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മൈനസ് സൈൻ കൊടുക്കണം. ഫസ്റ്റ് മൈനസ് സൈൻ നിങ്ങൾ കൊടുക്കുക, കാരണം മൈനസ് ആണ് റൂള്. എന്നിട്ട് 8ഉം 5ഉം കൂട്ടുക. ഓക്കെ, 8ഉം 5ഉം കൂട്ടിയാൽ ആൻസർ എനിക്കൊന്ന് 13ആണ്. യെസ്, 13ആണ് വരുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ -13ആണ്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് ചെയ്യാം. -6 + -6. അപ്പം മൈനസ് കൊടുക്കുക, മൈനസും വേണ്ട നമുക്ക് മൈനസ് കൊടുക്കാം. പിന്നെ 6ഉം 6ഉം കൂട്ടുക, 6ഉം 6ഉം 12. ഓക്കെ, സിമ്പിൾ ആയിരുന്നു. ഇത്രേ ഉള്ളൂ നമ്മൾ മൈനസും ചെയ്യേണ്ട കാര്യം. പഠിച്ചു. നിങ്ങളിപ്പോൾ ഫസ്റ്റത്തെ 2 റൂൾ നിങ്ങൾക്ക് അറിയാം. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു ആദ്യത്തെ 2 റൂള് നിങ്ങൾ പെട്ടെന്ന്, ആദ്യത്തെ റൂള് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പോസിറ്റീവും കൂട്ടിയ പോസിറ്റീവ് കിട്ടും എന്നുള്ള കാര്യം. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞത് വെച്ച് നിങ്ങൾ മൈനസും തമ്മിൽ കൂട്ടിയ മൈനസ് കിട്ടും എന്നുള്ള കാര്യം പഠിച്ചു. ഇനിയും പഠിക്കേണ്ട ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ചൊന്ന് ഇരിക്കേണ്ട ഒരു സാധനമാണ് ഈ ഒരെണ്ണം, മൈനസും പ്ലസും കൂട്ടുന്ന സാധനം. മൈനസും പ്ലസും കൂട്ടിയാൽ എന്ത് കിട്ടും? മൈനസും പ്ലസും കൂട്ടിയാൽ ഒന്നെങ്കിൽ മൈനസ് കിട്ടും, അല്ലെങ്കിൽ പ്ലസ് കിട്ടും. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതെന്താണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒന്ന് ക്ലിയർ ആക്കി തരാം. ഇവിടെ ഒരു മൈനസും ഉണ്ട്, ഒരു പ്ലസും ഉണ്ട്. ഒരു മൈനസും ഉണ്ട്, ഒരു പ്ലസും ഉണ്ട്.
ഓക്കെ, നമ്മുടെ റൂൾ അനുസരിച്ച് നോക്കാം. മൈനസും പ്ലസും ആണെങ്കിൽ ഒന്നെങ്കിൽ ഒരു മൈനസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്ലസ് ആയിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ ഒരു മൈനസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്ലസ് ആയിരിക്കും. അതെന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനെ മൈനസും പ്ലസും ആണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ട ഇതിലേതാണ് വലുതെന്നാണ്. 3 ആണോ 5 ആണോ? നിങ്ങൾ മൈനസ് വിടുക, സിമ്പിൾ വിടുക, നെഗറ്റീവ് പോസിറ്റീവ് ആ ഒരു വ്യത്യാസം വേണ്ട. 3 ആണ്, ആ നമ്പേഴ്സ് മാത്രം എടുക്കുക. 3 ആണോ 5 ആണോ വലുതെന്ന് നോക്കുക. അപ്പം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 5 ആണ് വലുതെന്ന്. ഈ ഒരു ചിഹ്നം 5 ഈസ് ഗ്രേറ്റർ ദാൻ 3 അങ്ങനെയാണ് പറയുക. നിങ്ങൾക്ക് അറിഞ്ഞില്ല വേണ്ട, 5 ആണ് ഏറ്റവും വലുതെന്നുള്ള ആ ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ വരിക. 5 ആണ് ഏറ്റവും വലുത്, 3നെക്കാട്ടിലും 5 ആണ് വലുത്. അങ്ങനെ നോക്കിയിട്ട് എൻ്റെ 5ന്റെ സിമ്പിൾ നോക്കുക. ഓക്കെ, 5ന്റെ സിമ്പിൾ നോക്കുക. 5ന്റെ സിമ്പിൾ ഏതാ? 5ന്റെ സിമ്പിൾ ഈ ഒരു പ്ലസ് ആണ്. 5ന്റെ സിമ്പിൾ പ്ലസ് ആണ്. അപ്പം നമ്മൾ പ്ലസ് ഇടുക. ഓക്കെ, 5ന്റെ സിമ്പിൾ, അതായത് ഏതാണോ ഏറ്റവും വലുത് അതിന്റെ ചിഹ്നമായിരിക്കും നമ്മുടെ ആൻസറിന് വലുത്. ഓക്കെ, ഇപ്പം 3 ആയിരുന്നു ഏറ്റവും വലുതെങ്കിൽ ആ ഒരു മൈനസ് ചിഹ്നമായിരിക്കും ആൻസറിന് വലുത്. പക്ഷെ ഇവിടെ 5 ആണ് ഏറ്റവും വലുത്. സോ നമ്മുടെ 5 ഒരു പോസിറ്റീവ് നമ്പർ ആണ്. അപ്പം 5ന്റെ സിമ്പിൾ പ്ലസ് ആയതുകൊണ്ട് ആൻസറിനും പ്ലസ് ആയിരിക്കും വരുന്നത്. ഇനി നമ്മൾ ആൻസറിലേക്ക് പോകും. ആ ഒരു സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ 5 3 കൂട്ടരുത്, 5ൽ നിന്ന് 3 കുറയ്ക്കുകയാണ് വേണ്ടത്. അതായത് നമ്മൾ മൈനസും മൈനസും ചെയ്യുമ്പോൾ സംഖ്യകൾ തമ്മിൽ കൂട്ടുമായിരുന്നു, നമ്പേഴ്സ് തമ്മിൽ കൂട്ടുമായിരുന്നു. പക്ഷെ ഇവിടെ മൈനസും പ്ലസും വരുമ്പോൾ കൂട്ടരുത്, കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. സോ ആൻസർ +2 ആണ്. ഓക്കെ, ഇങ്ങനെ വേറെ രണ്ടെണ്ണം ഇട്ടാൽ അതിനർത്ഥം പ്ലസ് ഉണ്ടെന്നാണ്. ഓക്കെ, അതൊന്ന് മൈൻഡ് വരിക. ആൻസർ 2 ആണ്. വേറൊരു ചോദ്യം കൂടെ ചെയ്യാം. ഓക്കെ, വേറൊരു ചോദ്യം കൂടെ ചെയ്യാം. -8 + 10. -8 + 10. ഇവിടെ നമ്മൾ ആദ്യം നോക്കാം 10 ആണോ 8 ആണോ വലുത് നോക്കാം. കാണുമ്പോൾ അറിയാം 10 ആണ് ഏറ്റവും വലുത്. ഓക്കെ, 10 ആണ് ഏറ്റവും വലുത്. 10 ആണ് ഏറ്റവും വലുത്. അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് നോക്കാം 10ന്റെ സിമ്പിൾ. 10ന്റെ സിമ്പിൾ എന്ന് പറയുമ്പോൾ 8 മൈനസ് ആണ്, 10 പ്ലസ് ആണ്. സോ നമുക്ക് 10 പ്ലസ് ആൻസർ അപ്പോൾ പ്ലസ് ആയിരിക്കും. ആൻസർ പ്ലസ് ആയിരിക്കും. 10 ആണ് ഏറ്റവും വലുത്, അതുകൊണ്ട് ആൻസർ പ്ലസ് ആയിരിക്കും. ഓക്കെ, ഇനി 10 മൈനസ് 8 ആണ്. 10 പ്ലസ് 8 ആരും ചെയ്യില്ല. 18 അല്ല ഉത്തരം. 10 പ്ലസ് 8 ആരും ചെയ്യില്ല. 10 മൈനസ് 8 ചെയ്യണം. 10 മൈനസ് 8 ചെയ്യുമ്പോൾ ആൻസർ വീണ്ടും നമുക്ക് 2 തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, ആൻസർ വീണ്ടും നമുക്ക് 2 തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, വേറൊരു ചോദ്യം കൂടെ ചെയ്യാം. -5 + 1. -5 + 1. ഓക്കെ, ഇവിടെ അപ്പം നമുക്ക് നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. മൈനസ് ആണ് ഏറ്റവും വലിയ സംഖ്യ. അതായത് ഈ 5ന് മൈനസ് ചിഹ്നം, 1ന് പ്ലസ് ചിഹ്നമാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കുക. ഏറ്റവും വലുത് 5 ആണ്. ഓക്കെ, 5 ആണ് ഏറ്റവും വലുത്. അപ്പോൾ 5ന്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. ഓക്കെ, 5ന്റെ ചിഹ്നം മൈനസ് ആണ്. സോ നമ്മുടെ ആൻസറിലും വരുന്നത് മൈനസ് ആയിരിക്കും. ഇനി 5ൽ നിന്ന് 1 കുറയ്ക്കുക, കൂട്ടരുത്, കുറയ്ക്കുക. അപ്പം കുറയ്ക്കുമ്പോൾ 4 വരും. സോ ആൻസർ -4 ആണ്. ഇത്രേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് പിടിച്ചു. ഈ ഒരു റൂൾ ഒന്ന് ഓർത്ത് വെക്കുക. പ്ലസും പ്ലസും വന്നാൽ ആൻസർ പ്ലസ്, മൈനസും മൈനസും വന്നാൽ ആൻസർ മൈനസ്, മൈനസും പ്ലസും വന്നാൽ ഒന്നെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ്. അതിൽ ഏതാണ് വലുത്? ഓക്കെ, ഏതാണ് വലുത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പം അത്രയും നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഓക്കെ ആയോ എന്നറിയാൻ വേണ്ടി ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ശരിയാണെന്ന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ഫീഡ്ബാക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.